ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അഥവാ നിങ്ങളുടെ ഏറ്റവും വലിയൊരു സംശയമാണ് അല്ലെ, ഓരോ യൂണിറ്റിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ എത്ര മാർക്കിന് വരെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത് എന്നുള്ളത് നിങ്ങളുടെ ഭയങ്കര സംശയമാണ് അല്ലെ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ കാര്യങ്ങളാണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ട് മക്കളെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കളെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരിക. നമുക്കറിയാം നമുക്ക് +2 ഇംഗ്ലീഷിൽ 5 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്, അഥവാ 16 ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട് എന്നുള്ള അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതില് ഇത്രയും ചാപ്റ്റേഴ്സ് ആണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ചാപ്റ്റേഴ്സ് അല്ലെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഓരോ യൂണിറ്റിനും നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് 24 മാർക്ക് 24 മാർക്സിന് വരെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഹൈറ്റ്സ് ഓഫ് ആമനിൽ നിന്ന് 18 മാർക്സിന് ചോദ്യങ്ങൾ വരാറുണ്ട്. ചാലഞ്ചസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ തേർഡ് യൂണിറ്റിൽ നിന്ന് 22 മാർക്സ്. ദെൻ ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്ന് പറയുന്ന ഫോർത്ത് യൂണിറ്റിൽ നിന്ന് 30 മാർക്സിന് വരെ ചോദ്യങ്ങൾ കാണാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് ദ ലൈറ്റർ സൈഡിൽ നിന്നും 10 മാർക്സിനാണ് ഇവിടെ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ദ ലൈറ്റർ സൈഡിന് 10 മാർക്സ് ആണ് ഇവിടെ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള. സോ ഇത് 2023 ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഇയറിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഇതിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ യൂണിറ്റും നിങ്ങൾ കവർ ചെയ്യണം, മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ നമുക്കറിയാം 12 മാർക്സിന് വരെയാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ 1 വേർഡിൽ 1 സെന്റൻസിലൊക്കെ നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ബാക്കി 92 മാർക്സിന് നമ്മൾ എഴുതി തന്നെ പിടിപ്പിക്കണം എന്നുള്ള അല്ലെ. ആൻഡ് 92 മാർക്സ് വരെ നമുക്ക് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ ടൈം നിങ്ങൾ മാനേജ് ചെയ്ത് തന്നെ പഠിക്കണം എന്നുള്ളതാണ്. നമുക്ക് ആ 2.5 മണിക്കൂർ എന്ത് ചെയ്യണം, വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി പറ്റണം. അപ്പോൾ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആവുക, നമ്മുടെ റൈറ്റിംഗ് അല്ലെ വളരെ സ്പീഡ് ആക്കുക എന്നുള്ളതും കൂടിയാണ്. സോ മക്കളെ നന്നായിട്ട് തന്നെ പഠിക്കൂ, അടിപൊളിയായിട്ട് എക്സാം ചെയ്തു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.